ജീവിതത്തിൽ പെട്ടെന്നൊന്ന് സ്റ്റെക്കാവുമ്പോൾ അല്ലെങ്കിൽ ലോകത്തിൽ ഒന്നിനും നമ്മളെ ആശ്വസിപ്പിക്കാൻ കഴിയില്ല എന്ന് തോന്നുമ്പോൾ ഞാൻ ഓടിയെത്തുന്ന ഒരു സ്ഥലമാണ് കേട്ടോ തലൂരുള്ള ജെറുസലേം ധ്യാന കേന്ദ്രം. ചർച്ചിൻ്റെ സൈഡിലായിട്ട് തന്നെ കുറച്ച് ഓർക്കിഡ് ഫ്ലവേഴ്സ് വെച്ചിട്ടുണ്ട്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. ഇത് ചാവറയച്ചൻ്റെ പേരിലുള്ള ഒരു ആരാധനാലയമാണ്. സാധാരണ കുറേ നേരമൊക്കെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് നല്ല മടുപ്പ് തോന്നാറുണ്ട്. പക്ഷെ ഇവിടെ ഇരുന്ന് എത്ര നേരം പ്രാർത്ഥിച്ചു എന്നൊന്നും എനിക്കറിയില്ല. അത്രയ്ക്കും പീസ്ഫുള്ളായിരുന്നു കേട്ടോ അവിടെ. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി നമ്മളൊരു അച്ഛനെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ എല്ലാവരും കാനാട്ടച്ഛൻ എന്നാണ് പറയുന്നത്. ശരിക്കും അച്ഛൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ ഈശോയുടെ മുഖത്തേക്ക് നോക്കുന്നത് പോലെയാണ് കേട്ടോ എനിക്ക് തോന്നിയത്. അച്ഛൻ്റെ കരുണയുള്ള വാക്കുകളും അച്ഛൻ്റെ ബ്ലെസ്സിങ്ങും കിട്ടി കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ ഓക്കെ ആയിട്ടോ. ഇവിടുത്തെ പൂന്തോട്ടം സെറ്റ് ചെയ്തിരിക്കുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ. ഇവിടെ ഒരു കുരിക്കഴിക്കുന്ന മാതാവിൻ്റെ ഒരു സ്റ്റാച്യു ഉണ്ട്. ഇവിടെ കുരിക്കഴിക്കുന്ന മാതാവിനോടുള്ള ഒരു പ്രാർത്ഥനയും കൂടി എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ കുറച്ച് നേരം അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു. ഇതാ പോകുന്ന വഴിയിൽ കുരിശിൻ്റെ വഴിയിൽ 14 സ്ഥലങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പൂന്തോട്ടത്തിൻ്റെ നടുവിലായിട്ട് തന്നെ ഒരു വലിയൊരു കുരിശുണ്ട് കേട്ടോ. ഇട ദിവസമായതുകൊണ്ട് ഇവിടെ നിന്ന് അധികം തിരക്കില്ല. പക്ഷെ എല്ലാ വെള്ളിയാഴ്ചകളിലും ധ്യാനമുണ്ട്. അന്ന് നല്ല തിരക്കാവട്ടോ അവിടെ. ആ കുരിശിൻ്റെ അവിടേക്ക് കയറി പോകാനായിട്ട് സ്റ്റെപ്പുകളുണ്ട്. അപ്പോൾ അതാ നമ്മളവിടെ പോയിട്ട് പ്രാർത്ഥിച്ചു കേട്ടോ. ഐ ലവ് ബീയിങ് കാത്തലിക് എന്ന് പറഞ്ഞ് ഒരു റൈറ്റിങ്സ് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു കേട്ടോ. ഇവിടെ ദാ 3 മാലാഖമാരുടെ സ്റ്റാച്യു ഉണ്ട്. ഗബ്രിയേൽ മാലാഖ, റഫായേൽ മാലാഖ, മിഖായേൽ മാലാഖ. അങ്ങനെ നമ്മളിതാ തിരിച്ചു പോവുകയാണ്. എപ്പോഴും നമ്മളെ കേൾക്കാനായിട്ട് നമ്മുടെ കൂടെയുള്ളവർ തയ്യാറാവണം എന്നൊന്നില്ല അല്ലേ. എന്നാൽ നമ്മളൊന്ന് അടുത്ത് ചെല്ലാൻ, നമ്മളൊന്ന് സംസാരിക്കാൻ കാത്തിരിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ടല്ലോ. ആ ദൈവം തരുന്ന സമാധാനം ഈ ലോകത്തിൽ ഒന്നിനും തരാൻ പറ്റില്ല എന്നാണ് കേട്ടോ എനിക്ക് മനസ്സിലായത്. അങ്ങനെ ഡിവൈൻ ആൻഡ് പീസ്ഫുൾ ആയിട്ടുള്ള യാത്ര ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ. ഓക്കെ, താങ്ക് യു, ബൈ.